ഹായ് നമസ്കാരം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വാട്സപ്പ് ബിസിനസ്സിൽ നിങ്ങൾക്ക് വരുന്ന കോണ്ടാക്റ്റുകൾ, നമ്പേഴ്സ് നിങ്ങൾ എങ്ങനെയാണ് സേവ് ചെയ്ത് വെക്കാറ്? ഇപ്പോൾ മൊബൈലിൽ നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നിങ്ങളൊരു CRM രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് ഒക്കെ ആയിട്ട് നിങ്ങൾ സേവ് ചെയ്യാറുണ്ട്. ഞാനൊരു ടൂൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് വരുന്ന നമ്പേഴ്സ് എല്ലാം ഞാൻ ഇതുപോലെ ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് സേവ് ചെയ്യും. സിമ്പിളായിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ ഇതുപോലെ വന്ന കോണ്ടാക്റ്റുകൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഗൂഗിൾ ഷീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്രിയേറ്റ് കോണ്ടാക്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കോണ്ടാക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫർദർ അല്ലെങ്കിൽ ഫ്യൂച്ചറായിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താൻ വളരെ ഈസി ആയിട്ട് ഞാനിങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടാണ് അത് ചെയ്യാറ്. എന്നിട്ട് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു സിസ്റ്റത്തിൽ പോയിട്ട് അത് സേവ് ആവും. ഇതുപോലെ ആ ഒരു സിസ്റ്റത്തിൽ വന്ന് സേവ് ആവും. അപ്പോൾ ഇപ്പൊ ഞാനിപ്പോ ഒരു മാനുവലായിട്ട് ഇപ്പൊ നമ്മൾ വാട്സപ്പ് ബിസിനസ് ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ളൊരു സംഭവമാണിത്. ഇപ്പോൾ നിങ്ങൾ വാട്സപ്പ് ബിസിനസ് API ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ? പക്ഷെ അതിനെ കുറിച്ചല്ല. നമ്മളിപ്പോ അധികം ആളുകളും കുറെ അല്ലെ രണ്ടോ മൂന്നോ നമ്പറൊക്കെ ഒരു കമ്പനി ആവശ്യാർത്ഥമൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പൊ അവരുടെ ആ ഒരു സെയിൽസിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ മാർക്കറ്റിംഗിലുള്ള ആളുകളുടെ എന്താണ് അവര് ഇപ്പൊ വരുന്ന എൻക്വയറീസുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നത്, ഫോളോ അപ്പ് ചെയ്യുന്നത് എന്നൊക്കെ കാര്യങ്ങൾ അറിയാൻ, അതുപോലെ നമുക്കതൊരു ഡാറ്റാബേസ് ആയിട്ട് കിട്ടാനും, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഈ സോഹോ അല്ലെങ്കിൽ ഹബ്സ്പോട്ട് ഇതുപോലുള്ള CRMs ഉപയോഗിക്കുന്നുണ്ട്. അതിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിന്റെ അപ്ഡേഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനെല്ലാം വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് കുറെ വന്ന കോണ്ടാക്റ്റുകൾ അല്ലെങ്കിൽ ലീഡുകളൊക്കെ നമുക്കത് ഫിൽട്ടർ ചെയ്യാൻ, ഇപ്പോൾ ഓരോ സെഗ്മെന്റ് വൈസ് ആയിട്ട് നമുക്ക് ലേബൽ ചെയ്തിട്ട് ഇടാൻ, ഫർദർ ഫോളോ അപ്പിന് വളരെ ഈസി ആകുന്ന രൂപത്തിലെല്ലാം ചെയ്യാം. ഇങ്ങനത്തെ കുറെ അധികം ടൂളുകൾ നമുക്ക് അവൈലബിൾ ആണ്. ECB എന്നാണ് ഈ ഒരു ടൂളിന്റെ പേര്. പെയ്ഡ് ആണ്, ചെറിയ കാശ് അല്ലെങ്കിൽ ചെറിയ ചാർജുകളൊക്കെ മാത്രമേ ഉള്ളൂ.